Hi friends, Assalamualaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ഉള്ളിയും ഒരു ഉരുളൻകിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ബോണ്ടയാണ് തയ്യാറാക്കുന്നത്. 4 മണി ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ട്ടോ. നമുക്കിത് വേണമെങ്കിൽ ചമ്മന്തിയുടെ ഒപ്പമൊക്കെ ചട്നിയുടെ ചമ്മന്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ചൂട് ചായക്കൊപ്പവും കഴിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോകരുത്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങിന് ഇതേപോലെ വലുപ്പത്തിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇഞ്ചിയുടെ പീസ് ഉണ്ടെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണോളം വരുന്ന വെള്ളം, കൂടുതൽ വെള്ളം വേണ്ട, ഒരു 3 സ്പൂൺ വരുന്ന വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നോക്കാം, ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് നീക്കി വെക്കണം. നമുക്കിതിലേക്ക് ഈ 2 ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ, സാധാരണ നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ വഴറ്റുന്ന ആ ഒരു രീതിയിൽ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, സവാള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ നീക്കി വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗളെടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് കട്ടപ്പുളി വേണ്ട, ചെറിയൊരു പുളി കുഴപ്പമില്ല. നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള തൈരിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ഉരുളൻകിഴങ്ങ് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ തൈരും ഈ ഉരുളൻകിഴങ്ങും ഇതിൻ്റെ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തൈരുമായിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നോക്കാം, ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 3/4 കപ്പ് മൈദ. ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി, സാധാരണ നമ്മൾ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ പുറമൊക്കെ നല്ലൊരു ക്രിസ്പി ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം എല്ലാം 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്നായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 1/4 കപ്പിനേൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ അധികം വേണ്ടി വരും കേട്ടോ. വെള്ളം അത്രേ വേണ്ടി വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ വെള്ളം. അപ്പോൾ നമ്മളൊരു 1/4 കപ്പും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി.
ഇനി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് മല്ലിയില എടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. മല്ലിയില കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല. കറിവേപ്പിൻ്റെ ഇല ചേർത്താലും മതിയാകും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ നമ്മുടെ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ, അപ്പ സോഡ എന്ന് സോഡാപ്പൊടി എന്നൊക്കെ പറയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെറും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചട്നി വേണമെങ്കിൽ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ട് തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഏതെങ്കിലും ഒരു ചട്നിയുടെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ തേങ്ങയും പുതിനയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചട്നി അരക്കില്ലേ, അങ്ങനെ അരയ്ക്കുന്ന ചട്നിയും നല്ല കോമ്പിനേഷനാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് എണ്ണ ഒന്ന് ചൂടാകുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയം മാത്രം നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയൊരു ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഒരു ചുമക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതാ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വാരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളി കുറേ സമയം വിട്ട് വെക്കരുത് കേട്ടോ. കുറേ സമയം വിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോകും. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മാത്രം നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അഥവാ മാവ് ഒരുപാട് ഉള്ളി നേരത്തെ ഇട്ടിട്ട് മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അല്പം മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്തിട്ട് കറക്റ്റ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത ആ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം, ആദ്യം ഇട്ടത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. ഒരു ഉരുളൻകിഴങ്ങും 2 ഉള്ളിയും മൈദയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ്. അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണിലൊന്ന് നമ്മൾ തൊട്ട് കൊടുത്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.